നമസ്കാരം. മീഡിയ കമ്പാനിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഷെയർ ചെയ്യുന്നത്. സംസ്ഥാനത്തെ സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയുടെ ആനുകൂല്യം വാങ്ങുന്നവർ നമ്മുടെ വീടുകളിലുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ അറിയാവുന്നവർ ഈ രീതിയിൽ സ്ത്രീ സുരക്ഷാ പെൻഷൻ പ്രതിമാസം 1000 രൂപ വീതം ലഭിക്കുന്നതിന് വേണ്ടി അപേക്ഷ വെച്ചിട്ടുള്ളവരാണ് എങ്കിൽ ഈ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് ഇതിൻ്റെ തുടർന്നുള്ള തുക വിതരണം സംബന്ധിച്ചാണ്. ഏപ്രിൽ മാസത്തെ ആനുകൂല്യങ്ങൾ ഉൾപ്പെടെ നമ്മൾക്ക് വിതരണം ചെയ്യാനുണ്ട്. ഈ തുകയുൾപ്പെടെ മുടങ്ങാതെ നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയിക്കോളും. ഏപ്രിൽ മാസവും തുക വിതരണമുണ്ട്, അതോടൊപ്പം തന്നെ തുടർന്നുള്ള മാസങ്ങളിലുമുണ്ട്. ഇനി അതോടൊപ്പം തന്നെ സർക്കാർ മാറി വരികയാണ് എങ്കിൽ പോലും ഇത്തരത്തിലുള്ള ക്ഷേമ പദ്ധതി ആനുകൂല്യങ്ങൾ തുടരുകയാണ് ചെയ്യുക. അതായത് വീണ്ടും പ്രതിമാസം നമുക്ക് 1000 രൂപ വീതം വിതരണം ചെയ്യുന്ന രീതിയിൽ ഈ ആനുകൂല്യം തുടർന്ന് പോകുന്നതാണ്. ഇനി അത് മാത്രമല്ല, ഈ പദ്ധതിയിൽ മാറ്റങ്ങൾ വരുത്തുന്നതിന് സർക്കാരിന് സാധിക്കും. തുക വർദ്ധിപ്പിക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ മാനദണ്ഡങ്ങൾ പുതുക്കി നിശ്ചയിക്കുകയോ ഒക്കെ ചെയ്യുന്നതിനും സർക്കാരിന് സാധിക്കുന്നതായിരിക്കും. ഇനി രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, 18 ലക്ഷത്തോളം വരുന്ന ആളുകളാണ് നിലവിൽ അപേക്ഷ വെച്ചിട്ടുള്ളത്. സർക്കാരിൻ്റെ കണക്കുകൾ അനുസരിച്ച് ഏകദേശം 31 ലക്ഷത്തോളം വരുന്ന അർഹർ ഈ പദ്ധതിയിൽ അപേക്ഷ വെക്കാനുണ്ട് എന്നൊക്കെയാണ് മുൻപ് അറിയിച്ചിരുന്നത്. ഇനി ആരെങ്കിലുമൊക്കെ അർഹതയുള്ളവർ അപേക്ഷ വെക്കാനുണ്ട് എങ്കിൽ BPL AVO റേഷൻ കാർഡ് ആയിരിക്കണം, മറ്റ് ക്ഷേമ പെൻഷൻ ആനുകൂല്യങ്ങൾ ലഭിക്കാൻ പാടില്ല, അല്ലെങ്കിൽ സർക്കാരിൻ്റെ അല്ലെങ്കിൽ അർദ്ധ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ സ്ഥിര താൽക്കാലിക കരാർ ജോലി ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ആ രീതിയിലുള്ള മാനദണ്ഡങ്ങൾ അതെല്ലാം തന്നെ കൃത്യമായിട്ട് പാലിക്കുന്നവർക്കാണ് അപേക്ഷ വെക്കാൻ സാധിക്കുക. പ്രായപരിധി 35നും 60 വയസ്സിനും ഇടയിലായിരിക്കണം. ഇനി 34 വയസ്സുള്ള ഒരു സ്ത്രീ 35ാമത്തെ വയസ്സെത്തുന്നതോടെ അവർക്കും ഈ പെൻഷൻ പദ്ധതിയിലേക്ക് അപേക്ഷ വെക്കാൻ യോഗ്യതയുണ്ട്. നമ്മൾ മുൻപ് പറഞ്ഞ മുൻഗണനാ വിഭാഗത്തിലെ റേഷൻ കാർഡ്, അതോടൊപ്പം മറ്റ് മാനദണ്ഡങ്ങൾ ഇതെല്ലാം തന്നെ കൃത്യമായിട്ട് പാലിച്ചിരുന്നാൽ മതി, അപേക്ഷകൾ വയ്ക്കാം. ഓൺലൈൻ വഴിയാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. നമ്മുടെ സ്മാർട്ട് ഫോൺ വഴിയും അപേക്ഷകൾ സമർപ്പിക്കാം. പക്ഷേ ഓൺലൈൻ വഴിയൊക്കെ അപേക്ഷ സമർപ്പിക്കുമ്പോൾ പോലും എല്ലാ രേഖകളും കൃത്യതയാർന്നതാണ് എന്നൊരു കാര്യം ഉറപ്പുവരുത്തണം. പേരുകളിൽ നമ്മൾ സമർപ്പിക്കുന്ന ഡോക്യുമെൻറ്റിലെ പേരിൽ എന്തെങ്കിലും പൊരുത്തക്കേടുകളുണ്ടെങ്കിൽ, മറ്റെന്തെങ്കിലുമൊക്കെ ക്ലാരിറ്റി കുറവ് അപ്ലോഡ് ചെയ്ത രേഖകളിലുണ്ടെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ അപേക്ഷ റിജക്റ്റ് ആവാം. മൂന്നാമത്തെ ഒരു പ്രധാന അറിയിപ്പും ഇതുതന്നെയാണ്. 81,000-ഓളം വരുന്ന അപേക്ഷകൾ, അതായത് 18 ലക്ഷത്തോളം വരുന്ന അപേക്ഷകരിൽ 81,000 അപേക്ഷകൾ റിജക്റ്റ് ആയിട്ടുണ്ട് അല്ലെങ്കിൽ മടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മൾ റീവേരിഫിക്കേഷനൊക്കെ ചെയ്ത് ബന്ധപ്പെട്ട എന്താണോ പ്രശ്നങ്ങളുള്ളത് അത് കണ്ടെത്തി റീസബ്മിറ്റ് ചെയ്യണം. ഗുണഭോക്താക്കൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ പോയി കഴിഞ്ഞാൽ നമുക്ക് ആനുകൂല്യം തടസ്സപ്പെടും. അക്കൗണ്ടിലേക്ക് പണം എത്തണമെന്നില്ല. പിന്നീടായിരിക്കാം ഒരുപക്ഷെ ഈ കാര്യങ്ങൾ അറിയുന്നത്. അപ്പോഴേക്കും തന്നെ പല ഇൻസ്റ്റാൾമെൻറ്റുകളും നമുക്ക് മുടങ്ങിക്കാണും. അതുകൊണ്ടൊക്കെ തന്നെ ആനുകൂല്യം വാങ്ങുന്നവർ, നിലവിൽ തുക ലഭിച്ചുകൊണ്ടിരിക്കുന്നവരല്ല, ആനുകൂല്യം ഇതുവരെ ലഭിക്കാത്തവർ അപ്രൂവ് ആയിട്ടുണ്ടോ എന്നൊക്കെ കൃത്യമായിട്ട് പരിശോധിക്കുക. അപ്രൂവ് ആയിട്ടുണ്ടെങ്കിൽ തടസ്സമില്ല, അല്ലാത്ത പക്ഷം എന്ത് കാരണത്താൽ അപേക്ഷകൾ പെൻഡിങ് ആണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, ഈ ഒരു പെൻഷനുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും നമുക്ക് പരിശോധിക്കാൻ സേവനയുടെ പെൻഷൻ വെബ്സൈറ്റിൽ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. സ്ത്രീ സുരക്ഷാ പെൻഷൻ തിരച്ചിൽ എന്ന് പറയുന്ന മറ്റൊരു സംവിധാനം കൂടി സംസ്ഥാനത്തെ ക്ഷേമ പെൻഷന് വേണ്ടിയുള്ള പ്രത്യേക പോർട്ടലായിട്ടുള്ള സേവന പെൻഷൻ എന്ന് പറയുന്ന വെബ്സൈറ്റിൽ ക്രമീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുവേണ്ടി തന്നെ തീർച്ചയായിട്ടും നമ്മളുടെ ആധാർ നമ്പർ മാത്രം മതി. നമുക്ക് നമ്മളുടെ ഡീറ്റെയിൽസ് പരിശോധിക്കാം. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അപേക്ഷ പരിഗണിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെയുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. അപ്പോൾ ഈ രീതിയിൽ സ്റ്റാറ്റസ് നമ്മൾ പരിശോധിക്കുക. ആനുകൂല്യം ക്രെഡിറ്റ് ആയതുൾപ്പെടെയുള്ള വിശദാംശങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കും. ഈ രീതിയിൽ നിങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും സ്മാർട്ട് ഫോൺ വഴി നമ്മളുടെ വിശദാംശങ്ങളൊക്കെ ഒന്ന് പരിശോധിച്ച് സ്ഥിരീകരിക്കുക. അപ്പോൾ പെൻഷൻ വാങ്ങുന്ന എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണിവ. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ. ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.